കുട്ടികൾക്ക് സ്കൂളിൽ കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് പല നിറത്തിലുള്ള വാട്ടർ ബോട്ടിലുകൾ പലപ്പോഴും മാതാപിതാക്കൾ വാങ്ങി നൽകാറുണ്ട് അല്ലേ. കുട്ടികൾക്ക് ഈ നിറത്തിൽ ആകർഷണീയതയാണ് കുട്ടികളെ ഇത് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പല കളറിലുള്ള വാട്ടർ ബോട്ടിലുകൾ വാങ്ങി നൽകുന്നതിന് പകരം, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നൽകുന്നതിന് പകരം അവർക്ക് സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങി നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ, പ്രത്യേകിച്ച് അതിനകത്ത് ചൂടുവെള്ളമോ ഇല്ലെങ്കിൽ തണുത്ത വെള്ളമോ നൽകുന്ന സമയത്ത് ഈ ബോട്ടിലിനകത്ത് നിന്നും പ്ലാസ്റ്റിസൈസേഴ്സും മൈക്രോ പ്ലാസ്റ്റിക്കുകളും വെള്ളത്തിൽ കലരുന്നുണ്ട്. ഇപ്പോഴത്തെ പഠനം വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അനുവദനീയമായതിനേക്കാൾ 200 ഇരട്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എത്തുന്നുണ്ട്, പല വിധത്തിൽ എത്തുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ. എന്തിന് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിൽ വളരെ വിഷകരമായിട്ടുള്ള വസ്തുക്കൾ എത്തുന്നു? ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകൾ ഇത് വരുന്നത് വഴിക്ക് അവരുടെ ശരീരത്തിന്റെ വളർച്ചയെ, ഹോർമോണുകളുടെ പ്രവർത്തനത്തെ, അവരുടെ പ്രത്യുൽപാദന വ്യൂഹത്തെ എല്ലാം ഇത് ബാധിച്ചു എന്ന് വരാം. കുട്ടികൾ കാണാനുള്ള ഭംഗി കൊണ്ട് പല കളറിലുള്ള വാട്ടർ ബോട്ടിലുകൾ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവരറിയുന്നില്ല അവർ ചെറുപ്പം മുതലേ ഉയർന്ന അളവിൽ ഇത്തരത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളെയാണ് ഉള്ളിലേക്ക് എത്തിക്കുന്നതെന്ന്. അവർക്ക് സ്റ്റീൽ ബോട്ടിൽ ഉള്ള വാട്ടർ ബോട്ടിലുകൾ വാങ്ങി നൽകുന്നതാണ് ഉള്ളതിൽ ഏറ്റവും സേഫ്. വാങ്ങി നൽകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക.